കാർമുകിലേറിക്കരേറുകിലും കാണുന്നില്ലേ മഴവില്ലാതിന്മേൽ കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ കെടുതികൾ തീർത്തവൻ താഴുകിടുമേ ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം 1-ാമത് വാക്യത്തിൽ, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാനൊരു കന്യകയെ നോക്കുന്നതെങ്ങനെ എന്നുള്ള വചനമാണ്. അത്യുന്നതനായ ദൈവത്തോടു കൂടെ വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ആഴമായ സമർപ്പണങ്ങളുടെ ഒരാഴമാണ് ഈ വാക്യത്തിനുള്ളിൽ കാണുവാൻ കഴിയുന്നത്. ഓരോ മനുഷ്യരും തങ്ങളെ തന്നെ ദൈവത്തിൻ്റെ മുൻപിൽ ആഴമായി സമർപ്പിക്കുകയും ആ സമർപ്പണങ്ങൾക്കനുസരിച്ച് അതിൽ നിന്ന് വ്യതിചലിപ്പാനിടയാകാതെ അവരുടെ ജീവിതം വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക എന്നത് അവരുടെ ജീവിതത്തിലെ തീരുമാനവുമായി ബന്ധപ്പെട്ട ഘടകമായി നിലനിൽക്കുകയാണ്. യോസേപ്പിനെ സംബന്ധിച്ചിടത്തോളം പാപം ചെയ്യുവാൻ പാടില്ലെന്നുള്ള തൻ്റെ ആഴമായ തീരുമാനമാണ് തൻ്റെ ജീവിതത്തിൽ പാപം ചെയ്യുവാൻ അവസരം ലഭിച്ചപ്പോഴും അതിൽ നിന്ന് താൻ വിട്ടു നിൽക്കുവാൻ തന്നെ തന്നെ പരിശ്രമിച്ചത് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രവാസത്തിലേക്ക് കടന്നുപോയ എബ്രായ ബാലന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ചന്ദ്രക്കും മേശക്കും അബേദ്രഹവും രാജകൽപ്പന പ്രകാരം രാജകൊട്ടാരത്തിൽ പാർക്കേണ്ടി വന്നു. രാജാവിൻ്റെ കൽപ്പന പ്രകാരം രാജാവ് കഴിക്കുന്നതായി ഭോജനവും വീഞ്ഞും അവർ കഴിക്കുവാൻ നിർബന്ധിക്കപ്പെട്ടു. എന്നാൽ അവരുടെ ജന്മകാലം മുതൽ അവർ കേട്ടു വളർന്നതും അവരവരെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഴമായി സമർപ്പിച്ചിട്ടുള്ളതുമായ ആ വിശുദ്ധ ജീവിതത്തിനു വേണ്ടി അവരവരെ തന്നെ ഓരോ നിമിഷങ്ങളും കാത്തു സൂക്ഷിക്കുവാനിടയായിത്തീർന്നത് കൊണ്ടാണ് അവർ ഇങ്ങനെ പറയുന്നത്: രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു എന്ന് വായിക്കുകയാണ്. ദാനിയേലിൻ്റെ മാത്രമല്ല, തിരഞ്ഞെടുക്കപ്പെട്ട എബ്രായ ബാലന്മാരുടെ ജീവിതത്തിൽ പാപത്തിലേക്കും തിന്മയിലേക്കും അനീതിയിലേക്കും അവർ തിരിയുവാൻ മനസ്സില്ലാത്തവരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരവരെ തന്നെ സമർപ്പിപ്പാനും ആ നിലകളിൽ അവർ ജീവിപ്പാൻ അവരെ തന്നെ സമർപ്പിപ്പാനും ഇടയായിത്തീർന്നു എന്നുള്ളതാണ്. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതും നാം നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എടുത്തിട്ടുള്ള സമർപ്പണങ്ങളുടെയും തീരുമാനങ്ങളുടെയും മുൻപിൽ ഒരു നിലവാരത്തിലും വ്യതിചലിച്ചു പോകാനിടയാകാതെ നാം നമ്മെ തന്നെ കാത്തു സൂക്ഷിച്ച് ദൈവത്തിൻ്റെ മുൻപിൽ നിർമ്മലരും വിശുദ്ധരും നിഷ്കളങ്കരുമായി നിലനിൽക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നും ആ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് നാം ദൈവത്തെ വിട്ട് പാപം ചെയ്ത് അശുദ്ധിയിലേക്ക് കടന്നു പോകുന്നവരായിട്ടല്ല, ദൈവം മുൻപാകെ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ
നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിനു വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായി തീരാം. ആ നിലകളിൽ നമുക്ക് മുൻപോട്ട് പോകാം. അതിന് സർവശക്തിയുള്ള ദൈവം എൻ്റെ കേൾവിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ദൈവം മുൻപാകെടുത്തിരിക്കുന്ന ആ തീരുമാനങ്ങളുടെയും ആ സമർപ്പണങ്ങളുടെയും മുൻപിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ നിൽപ്പാനുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണം. ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.